സുഹൃത്തുക്കളെ, ചാരു പറഞ്ഞ പോലെ നമ്മളിന്ന് പോകുന്നത് ചാരുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ചാരുവിൻ്റെ ആപ്പൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്. ചാരു എത്ര നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുന്നില്ല, ആൾ തിരക്കിലാണ്. കസ്റ്റമർ ഉണ്ട് പുള്ളിയുടെ മുന്നിൽ, അതുകൊണ്ട് തിരക്കിലാണ്. അങ്ങനെ അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം പൂക്കോത്തടക്ക് കേട്ടോ. പൂക്കോത്തടക്ക് ആണ് പോകുന്നത്. അപ്പോൾ ചാരുവിൻ്റെ ആപ്പനുണ്ട് ഇതിനടുത്ത് തൊട്ടടുത്ത്. അപ്പോൾ ആപ്പനെയും കണ്ടിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോകാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചാരു പറഞ്ഞ പോലെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തളിപ്പറമ്പ് SP മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട് പൂക്കോത്തടക്ക്. അപ്പോൾ അവിടെ ആ മാളിപ്പം ഓപ്പൺ ആകുന്നേ ഉള്ളൂ. അതിൽ ഒരു ഷോപ്പ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അവിടത്തേക്കാണ് കേട്ടോ നമ്മൾ. ഇത് ഷോപ്പിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് പോയ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത് കൊണ്ട് പറയുന്നത് കേട്ടോ. തളിപ്പറമ്പ് ഭാഗത്തുള്ളവർക്ക് നല്ലൊരു ഷോപ്പാണ്. ഇങ്ങനെ ബ്യൂട്ടി സലൂണും കാര്യങ്ങളൊക്കെ നോക്കുന്ന ബ്രൈഡും ഗ്രൂമെല്ലാം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് വന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഷോപ്പ്. ഇവരുടെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ പോയ കാര്യം, നമ്മളൊരു ഡെയിലി ലൈഫിൽ നടന്ന കാര്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാരുട്ടൻ വാഷ് ചെയ്യാനൊക്കെ കൂളായി ഇരുന്ന് സമ്മതിച്ചു കേട്ടോ. ആദ്യമൊക്കെ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എല്ലാത്തിനും ഹെയർ കട്ട് ചെയ്യാനൊന്നും ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ആൾ തന്നെ പറഞ്ഞു ഹെയർ കട്ട് ചെയ്യാനാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പിയിലാണുള്ളത്. അപ്പോൾ അവിടെ എടുക്കുന്ന ചേച്ചിയോട് പറഞ്ഞു ഷാമ്പു വേണമെന്ന് പറഞ്ഞിട്ട് ഷാമ്പു ഒക്കെ ഇട്ട് അവർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടോ. നല്ല മൂഡിലാണ് ചാരുട്ടുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിലിടയ്ക്ക് നമ്മൾ ഒറ്റ കണ്ടിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആൾ എന്താ നല്ല മൂഡിലാണ് ഇന്ന്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഞങ്ങൾ സെക്കൻഡ് ടൈം ആട്ടോ ഇങ്ങനെ ചാരുവിനെ ഒരു ഹെയർ കട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ടൈം ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ലെങ്ത്ത് കുറച്ചതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെയർ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചാരുവിൻ്റെ ഡിസോർഡറായി പോയിട്ടുണ്ട് മുടിയൊക്കെ, അതുകൊണ്ട് നമ്മൾ ലെയർ കട്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവിടെ പോയത്. അപ്പോൾ അവർ പറഞ്ഞാൽ ചെയ്യാന്നുള്ളത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെയ്തതിന് ശേഷം എന്താവുമെന്ന് അറിയില്ല. ഇതിപ്പം നമ്മളും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ചാരുവിൻ്റെ ഹെയറിൽ കേട്ടോ. അവിടെ നിന്ന് തലയിൽ ടവലൊക്കെ ചുറ്റി കൊടുത്തപ്പോൾ ആളെ ഹാപ്പി ആയിട്ടോ. പ്രശ്നമൊന്നും ആക്കിയില്ല, അവർ കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ചാരുവിട്ട് പ്രശ്നമൊന്നും ആക്കിയില്ല കേട്ടോ. പിന്നെ ചാരുവിൻ്റെ ഫേവറേറ്റ് കളർ യെല്ലോയിൽ ഒരു ടോയ് കാർ കിട്ടി കേട്ടോ. ടോയ് കാർ കിട്ടി. അപ്പോൾ അതും കൂടിയും കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അതിലുള്ള കളിയായി ചാരുട്ടന് ആ സീറ്റൊക്കെ കിട്ടിയപ്പോൾ ആൾ കംഫർട്ടായി അവിടെ. അങ്ങനെ ചാരുട്ടൻ്റെ കട്ടിങ് സ്റ്റാർട്ടാക്കി കേട്ടോ. അവർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് അങ്ങനെ കട്ടിങ് നല്ല ഡ്രൈ ആക്കിയില്ല, ജസ്റ്റ് ടവലൊക്കെ യൂസ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞ് പിന്നെ അവർ സ്റ്റാർട്ടാക്കി ഇതാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ലെയർ കട്ടിങ് ആണ് കേട്ടോ പറഞ്ഞത് അവരോട്. അപ്പോൾ നിങ്ങൾ കട്ടിങ്ങൊക്കെ വന്ന് കണ്ടിട്ട് കേട്ടോ.
അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് ചാരുട്ടൻ റെഡി ആയിട്ടോ. റെഡി ആയിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന് എല്ലാവരോടും ചോദിച്ചു എന്തുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം നല്ലത് പറഞ്ഞപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. നല്ല രസമില്ലേ കാണാൻ? എന്തുണ്ട്? നിങ്ങളെ അഭിപ്രായം പറയണേ. ചാരുട്ടന് മുടി വെട്ടിയത് ഇഷ്ടമായോ? ലെയർ കട്ടാ ചെയ്തത് കേട്ടോ. അങ്ങനെ അവിടെയുള്ളവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചാരുട്ടൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തോട്ടോ. ചാരുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഹലോ മാഡം, മാഡം നൈറ, where are you going? നൈറ മാഡം, നൈറ, ഏ മാഡം ജി, where are you going? നൈറ, നൈറ, നൈറ. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു മഴയാട്ടോ. നല്ല മഴയും കാറ്റും. പോയിട്ടില്ലേ? ഇവിടുന്ന് പറഞ്ഞാൽ എങ്ങനെ മുടിയെല്ലാം പോവില്ലേ? അമ്മമ്മേനെ അച്ഛനെ കാണിച്ചു കൊടുക്കണ്ടേ? ഇഷ്ടപ്പെട്ടോ? കട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അങ്ങോട്ട് പോയ ചാരൊന്നല്ലല്ലോ ചാരു തിരിച്ചു വന്നപ്പോ ഗ്ലാമർ കുട്ടിയായില്ല ചാരു. ഗ്ലാമർ വെച്ചോടാ? തടി വെച്ചോ? കുട്ടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? കട്ട് ചെയ്തോ? ഇഷ്ടപ്പെട്ടോ കട്ട് ചെയ്തോ? ആ നല്ല മഴയല്ലേ? എന്നിട്ട് എന്തുണ്ട്? ഹെയർ കട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ? ചാരുമോക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങളിപ്പോൾ ഉള്ളത് തളിപ്പറമ്പിലാട്ടോ. തളിപ്പറമ്പിൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിലും അത്രയ്ക്കും നല്ല മഴയായിരുന്നു കേട്ടോ. കൂടെ മിന്നലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്കുള്ള വഴി കേട്ടോ. വീട്ടിലേക്ക് പോവാണ്. ഓൾറെഡി ലേറ്റായി. ഞങ്ങൾ എന്തായാലും ചാരുവിനെ കൂട്ടി ഇറങ്ങിയാലേ ഹെയർ കട്ട് ചെയ്തിട്ട് പോകാമെന്നുള്ള കണ്ടീഷനിൽ തന്നെ പോയത്. നമ്മളിപ്പോൾ തളിപ്പറമ്പ് ചിറവൊക്കെ കഴിഞ്ഞു കേട്ടോ. ചിറവൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. മഴ, വേനൽ മഴ നമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടും. മഴയെ കുറിച്ച് ഒരു പാട്ട് പാടി. അച്ഛൻ വർണ്ണക്കൂട് ചൂടിനാ കുടച്ചൂടി, അച്ഛൻ വർണ്ണക്കൂട് ചൂടി. അച്ഛൻ്റെ അരികെ കുടച്ചൂടി. ഓക്കെ. അങ്ങനെ ഞങ്ങൾ നാട്ടിലടുത്തെത്താനായപ്പോഴേക്കും മഴയേ ഇല്ല കേട്ടോ. ഇവിടെ മഴയില്ല. ടൗണിൽ മാത്രമേ ഉള്ളൂ കേട്ടോ മഴ. ഞങ്ങളുടെ നാട്ടിലെത്താനായപ്പോഴേക്കും ഒരു മഴ പോലും ഇല്ല. വേനൽ മഴ ടൗണിൽ നന്നായിട്ട് പെയ്തു. പക്ഷേ നമ്മുടെ നാട്ടിലെത്തുമ്പോഴേക്ക് ഒരു മഴയില്ല. ഞങ്ങൾ ശരിക്കും അതിശയപ്പെട്ടു പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ചായയെല്ലാം കുടിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ ചായയൊക്കെ കുടിച്ച്
ചാരോട്ടിനും ചായ കൊടുത്ത് അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ചാരൂട്ടൻ റെസ്റ്റില്ല കേട്ടോ. ചാരൂട്ടൻ വന്നിട്ട് നമ്മൾ ഇന്ന് പോയ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മാമ്മക്കൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് ഹെയർ കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. എല്ലാം ചാരു എല്ലാവരോടും വന്നിട്ട് പറയും, ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും പറയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചാരൂട്ടൻ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.